നമസ്കാരം KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ഗ്രന്ഥശാല പ്രസ്ഥാനം ആഴത്തിൽ വേരോടിയ കുട്ടനാട് ഉൾപ്പെടെ പ്രതിസന്ധികൾ നേരിടുകയാണെന്ന് പ്രൊഫസർ നെടുമുടി ഹരികുമാർ. ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി ആലപ്പുഴ. സ്വകാര്യ ബസ്സുകളുടെ അഴിഞ്ഞാട്ടവും വഴിവാണിഭക്കാരുടെ കയ്യേറ്റവും അധികൃതരുടെ അനാസ്ഥയും അകന്നുപോകുന്ന ബൈപ്പാസും പ്രധാന കാരണങ്ങൾ. കൈനഗിരി CPM-നെ കൈവിട്ടെന്ന് യൂത്ത് കോൺഗ്രസ്. അക്രമരാഷ്ട്രീയം കൈനഗിരിക്കാർ തള്ളിക്കളയുമെന്നും യൂത്ത് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും സാക്ഷരതാ പ്രസ്ഥാനത്തിനുമൊക്കെ ഏറ്റവും കൂടുതൽ വളക്കൂറുണ്ടാവേണ്ട മണ്ണാണ് കുട്ടനാടിന്റേത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പടനായകനായ PN പണിക്കരുടെ ജന്മസ്ഥലമാണ് കുട്ടനാട് എന്നതാണ് ഇതിന് കാരണമെന്ന് പ്രൊഫസർ നെടുമുടി ഹരികുമാർ പറഞ്ഞു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന PN പണിക്കരുടെ മുദ്രാവാക്യം കേരളമാകെ ഏറ്റെടുത്തു. വായനശാലകൾ എന്നതിനപ്പുറത്തേക്ക് സാംസ്കാരിക നിലയങ്ങളായി അവ മാറുകയും ചെയ്തു. എന്നാൽ പുതിയ തലമുറയെ വായനയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് ഇന്ന് സമൂഹവും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളും നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്നും നെടുമുടി ഹരികുമാർ പറഞ്ഞു. പുത്തൻ സാങ്കേതിക വിദ്യകളുടെ അടിമകളായി മാത്രം പുതിയ തലമുറ മാറാതിരിക്കുവാൻ ഗ്രന്ഥശാലകൾക്കും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും നിരവധി കാര്യങ്ങൾ ചെയ്യാനാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗ്രന്ഥശാല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്, സാക്ഷരതാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച അതിന് ഏറ്റവും വലിയ പടനായകൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ PN പണിക്കരുടെ ജന്മസ്ഥലവും കൂടിയാണ് കുട്ടനാട്. അദ്ദേഹത്തിന്റെ വായിച്ചു വളരുക എന്നുള്ള മുദ്രാവാക്യം അതിന്ന് കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. കേരള ജനത ഒന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് ജൂൺ 19 മുതൽ 25 വരെ നമ്മൾ വായനാ വാരമായിട്ട് ആഘോഷിക്കുന്നു. അത് കൂടാതെ തന്നെ നിരവധിയായ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തൊട്ടൊക്കെ തന്നെ ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരിക്കുന്നു. ഗ്രന്ഥശാലകൾ അല്ലെങ്കിൽ വായനശാലകൾ എന്നതിനപ്പുറത്തേക്ക് ഇന്ന് സാംസ്കാരിക നിലയങ്ങളായി ഈ സ്ഥാപനങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങളിലേക്കും വായനയിലേക്കും ആളുകളെ കൊണ്ടുവരും, പുതിയ തലമുറയെ അവരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചുവിടുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി നമ്മൾ നേരിടുന്നു എന്നുള്ളതാണ് സത്യം. നെടുമുടി വിദ്യാധിരാജ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KG മോഹനൻപിള്ള അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് G ബാലകൃഷ്ണ പണിക്കർ, ഹരീന്ദ്രനാഥ് തായങ്കരി എന്നിവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ചർച്ച നടന്നു. ചങ്ങനാശ്ശേരി NSS കോളേജ് മലയാളം വിഭാഗം മേധാവി ഡോക്ടർ K ഗോപകുമാർ ചർച്ച നയിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന ഗ്രന്ഥശാല പ്രവർത്തക സംഗമം G മുകുന്ദൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ജോസ് J വെട്ടിയിൽ അധ്യക്ഷനായി. ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ആലപ്പുഴ നഗരം. വഴിയോര കച്ചവടവും സ്വകാര്യ ബസ്സുകളുടെ അശാസ്ത്രീയമായ സ്റ്റോപ്പുകളും ആലപ്പുഴ നഗരത്തെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിലേക്ക് തള്ളിവിടുന്നു. കോടതിപ്പാലം, YMCA, പിച്ചുവയ്യർ ജംഗ്ഷൻ, മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ, ശവക്കോട്ടപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുന്നത്. ആലപ്പുഴ കോടതി റോഡിലെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണം റോഡ് കയ്യേറിയുള്ള കച്ചവടങ്ങൾ തന്നെയാണ്. പൊതുനിരത്ത് കയ്യേറിയുള്ള കച്ചവടങ്ങൾ നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയെങ്കിലും ഇതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെയാണ് ഇവിടെ വഴിവാണിഭം പൊടിപൊടിക്കുന്നത്. ആലപ്പുഴ നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ വഴിയോര കച്ചവടക്കാരെ മുൻപ് ഒഴിപ്പിച്ചിരുന്നു. എല്ലാം വഴിപാട് പോലെ അധികൃതർ ചെയ്യുന്നതിനാൽ കാര്യങ്ങളെല്ലാം വീണ്ടും പഴയപടിയായിരിക്കുകയാണ്. നഗരത്തെ ഗതാഗത കുരുക്കിലേക്ക് തള്ളിവിടുന്നതിൽ മുഖ്യ പങ്കും വഹിക്കുന്നത് സ്വകാര്യ ബസ്സുകൾ തന്നെയാണ്. അധികൃതർ അംഗീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ബസ് നിർത്തണമെന്ന നിർദ്ദേശം ഇവർ പാലിക്കാറില്ല. ഡ്രൈവർമാരുടെയും മറ്റ് ബസ് ജീവനക്കാരുടെയും സൗകര്യങ്ങൾക്ക് ഒത്ത സ്ഥലങ്ങളിൽ ബസ് നിർത്തി ആളെ വിളിച്ചു കയറ്റുകയാണ് പതിവ്.
അതേസമയം ആലപ്പുഴ നഗരം ഗതാഗത കുരുക്കിലേക്ക് തള്ളിവിടുന്നതിന് പിന്നിൽ അധികാരികളുടെ അനാസ്ഥയാണെന്ന ആരോപണവുമായി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ രംഗത്ത് വന്നു. ബന്ധപ്പെട്ട അധികാരികളുടെ ഒരു അയഞ്ഞ സമീപനമാണ് ഈ ആലപ്പുഴ പട്ടണം ഇത്രയേറെ ഗതാഗത കുരുക്കിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 2 മാസക്കാലത്തിന് മുമ്പ് കൂടിയ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അതിൻ്റെ ചെയർപേഴ്സൺ തന്നെയാണ്. ആ ചെയർപേഴ്സൺ സാന്നിധ്യത്തിൽ കൂടിയ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഒട്ടേറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, പ്രൈവറ്റ് ബസ്സുകളുടെ സ്റ്റോപ്പുകൾ അന്ന് ക്രമീകരിച്ചു കൊടുക്കുകയുണ്ടായി. എന്നാൽ ക്രമീകരിച്ച ഭാഗങ്ങളൊന്നും ബസ്സുകൾ നിർത്തുന്നില്ല. നിലവിൽ ഓട്ടോ സ്റ്റാൻഡുകൾ ഉള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ കണ്ണടയ്ക്കുന്നതുകൊണ്ടാണ് ആലപ്പുഴ പട്ടണം ഇത്രയേറെ ഗതാഗത കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചർച്ചയാവുന്ന ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. ചുവപ്പ് നാടയിൽ കുരുങ്ങിയ ബൈപ്പാസും വാഗ്ദാനങ്ങൾ നൽകി വോട്ട് വാങ്ങി വിജയിച്ചു പോകുന്നവരും ഉള്ളിടത്തോളം കാലം ആലപ്പുഴ ഗതാഗത കുരുക്കിൽ തന്നെയായിരിക്കും. ആലപ്പുഴ നഗരം ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുമ്പോൾ അതിന് ശാശ്വത പരിഹാരമാകേണ്ട ആലപ്പുഴ ബൈപ്പാസ് ഇപ്പോഴും വെളിപ്പാടകലെ തുടരുകയാണ്. ക്യാമറമാൻ സനോജ് ഷാജിക്കൊപ്പം സാനു കെ സജീവ്, KCV ന്യൂസ്. അക്രമ രാഷ്ട്രീയത്തിലൂടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് കൈനകരിയിൽ CPM മുന്നോട്ട് പോകുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സജി ജോസഫ്. പാർട്ടി കോട്ടയെന്ന് അവകാശപ്പെട്ടിരുന്ന കൈനകരിയിൽ CPM പിടിച്ചു നിൽക്കുവാനുള്ള അവസാനത്തെ അടവുകളാണ് പയറ്റുന്നത്. അക്രമ രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിൽ വരാമെന്ന് CPM കരുതിയാൽ അത് കൈനകരിയിലെ ജനങ്ങളുടെ മുന്നിൽ വിലപ്പോവില്ലെന്നും സജി ജോസഫ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കൈനകരി മണ്ഡലം കമ്മിറ്റിയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈനകരി ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള കേരളത്തിലെ പല പഞ്ചായത്തുകളും പാർട്ടി കോട്ടകളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിന്നിരുന്ന പല പഞ്ചായത്തുകളിലും മാറ്റം വന്നു കഴിഞ്ഞു. കണ്ണൂർ അടക്കമുള്ള പല പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങൾ തകർന്ന് താഴെ വീണുകൊണ്ടിരിക്കുന്നു. കൈനകരിയിലും മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഒരു തുടക്കമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. തൊട്ടു മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും അസംബ്ലി തെരഞ്ഞെടുപ്പിലായാലും 3000-ലധികം വോട്ടിന് UDF സ്ഥാനാർത്ഥി പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് 1400-1500 ആയിട്ട് ചുരുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനായിട്ട് പോകുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. യൂത്ത് കോൺഗ്രസ് കൈനകരി മണ്ഡലം പ്രസിഡന്റ് നോബിൻ P. ജോൺ അധ്യക്ഷനായി. K. ഗോപകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ബെൻസൺ ജോസഫ്, SD രവി, ഷമീർ പള്ളാത്തുരത്തി, PJ അയ്യപ്പദാസ് എന്നിവർ സംസാരിച്ചു. പുന്നകുന്നത്തുശ്ശേരി മേരിമാത സ്കൂളിന് സമീപത്തെ കലുങ്ക് അടർന്നു വീണു. സ്വകാര്യ വ്യക്തിക്ക് മണ്ണടിക്കാനായി മിനി ടിപ്പർ നിരന്തരം കയറി ഇറങ്ങിയതാണ് കലുങ്ക് തകരാൻ കാരണമെന്ന് വാർഡ് മെമ്പർ PJ സേവ്യർ പറഞ്ഞു. കലിംഗ അപകടാവസ്ഥയിലാണെന്ന് അറിയാതെ എത്തിയ ബൈക്ക് യാത്രക്കാർ കഴിഞ്ഞ ദിവസം ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് മിനി ടിപ്പർ ഉപയോഗിച്ച മണ്ണടിച്ചതാണ് കലിംഗ തകരാൻ കാരണമായത്. ചമ്പക്കുളം പഞ്ചായത്ത് 2-ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്ത് സ്വകാര്യ വ്യക്തി ഈ കലിംഗിലൂടെ ടിപ്പർ ലോറിയിൽ മണ്ണടിക്കുന്ന വിവരം പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് ടിപ്പർ ലോറി ഉടമയ്ക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകിയെങ്കിലും തന്റെ വണ്ടി ഇതിലെ കടന്നുപോയിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ പ്രസ്തുത ടിപ്പർ മണ്ണുമായി നിരന്തരം കടന്നുപോയിരുന്നതായി നാട്ടുകാർ പറഞ്ഞതായും വാർഡ് മെമ്പർ പറഞ്ഞു. അയാളുടെ ലോറി ഇതുവരെ കയറിപ്പോയിട്ടില്ല. പക്ഷെ അയാളാണ് ഇതിന് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ സ്വകാര്യ വ്യക്തി മണ്ണിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ പറമ്പിൽ വലിയ ലോറിക്ക് അയാളുടെ പറമ്പിൽ മണ്ണുകൊണ്ട് അടിച്ചിട്ട് ചെറിയ ടിപ്പറിനെ ഇവർ കയറ്റിക്കൊണ്ട് പോയതാണ് ഈ പാലം ഇത്രയ്ക്ക് തകരാൻ കാര്യം. അപ്പോൾ ആ ലോറിക്കാരൻ ഇതിൻ്റെ ഉത്തരവാദിത്തം പറഞ്ഞേ തീരൂ. കാരണം നാട്ടുകാരുടെ മുഴുവൻ ആവശ്യത്തിന് കാരണം ഇവിടെ തൊട്ട് സ്കൂളുണ്ട്. സ്കൂളിൻ്റെ വാഹനം കയറി പോകുന്നൊരു പാലമാണിത്. നിങ്ങളോട് കുട്ടികളോട് പഠിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ചെറിയ വാഹനങ്ങൾ കടന്നു പോകുന്നൊരു വഴിയാണ്. ഒരു മെയിൻ വഴി തന്നെയാണ്. 2-ാം വാർഡിൽ ഒരു മെയിൻ വഴി തന്നെയാണ്. കലുങ്ക താറുമാറായതോടെ സമീപത്തുള്ള മേരിമാതാ സ്കൂളിലേക്കും മറ്റും എത്തേണ്ടവർ ബുദ്ധിമുട്ടിലായി. വില്ലേജ് ഓഫീസർ ഉണ്ണികൃഷ്ണ കൈമൾ സ്ഥലം സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CPM ചമ്പക്കുളം LC സെക്രട്ടറി G. പ്രഹ്ലാദൻ, PK ഗോപിദാസ്, ഫിലിപ്സ് കറിയ, ജേക്കബ് തുടങ്ങിയവരും വില്ലേജ് ഓഫീസർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി.
മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. RSP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് K ശങ്കരനാരായണൻ അനുസ്മരണം നടത്തി. RSP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ N ചന്ദ്രശേഖരൻ നായർ, AA ഷുക്കൂർ, സജി ചെറിയാൻ, P തിലോത്തമൻ MLA, B രാജശേഖരൻ, AM നസീർ എന്നിവർ പങ്കെടുത്തു. അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സമീപനവും പ്രയോഗരംഗത്ത് സ്വീകരിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള കരുത്തും ശക്തിയും നമുക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ സജീവമായി നിലനിൽക്കണം. ആ ഓർമ്മ സജീവമായി നിലനിൽക്കാൻ പര്യാപ്തമായിട്ടുള്ള സംരംഭങ്ങൾ പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുകൂടി സാന്ദർഭികമായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ശ്രീ രാജീവും അതുപോലെ സുനിത ടീച്ചറും ഉൾപ്പെടെയുള്ള ബഹുമാന്യരായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൂടി പങ്കെടുക്കുന്ന സമ്മേളനം എന്ന നിലയിൽ അത്തരത്തിലൊരു സമുചിതമായിട്ടുള്ള സ്മാരക സംരംഭം അദ്ദേഹം ജനിച്ചു വളർന്ന പ്രവർത്തന മേഖലയായിട്ടുള്ള ആ പ്രദേശത്തും അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന ജില്ലാ ആസ്ഥാനത്തും സമുചിതമായ സ്മാരക സംരംഭം കൂടി ഉണ്ടാകാൻ പാർട്ടിക്ക് കഴിയണം. അതിന് കഴിയട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യേകം പ്രത്യാശിച്ചുകൊണ്ട് തയ്യൽ തൊഴിലാളികളെയും തൊഴിൽ മേഖലയെയും സംരക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്ന് KSDA സംസ്ഥാന ജനറൽ സെക്രട്ടറി KN ദേവരാജൻ. ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ തൊഴിലാളികൾക്ക് അനുകൂലമല്ല. ക്ഷേമനിധി ബോർഡിലെ ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും KN ദേവരാജൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ 30ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ വിദഗ്ധരായ തൊഴിലാളികളുണ്ട്. ആധുനിക രീതിയിലുള്ള മെഷീനറികളും മറ്റ് സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പുതിയ പുതിയ ഭാഷകളിലുള്ള ഡിസൈനിലും ഇവിടെ റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുമ്പോൾ വിദഗ്ധരായ തൊഴിലാളികൾ ഇവിടെ ഉണ്ടെങ്കിലും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാനേ അവർക്ക് സാധിക്കുന്നുള്ളൂ. കാരണം അവരെ സഹായിക്കാനെന്ന് സർക്കാരോ അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് പുതിയ ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ സഹായിക്കാൻ ഇവിടെ സർക്കാരോ ബോർഡോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. KSDA ജില്ലാ പ്രസിഡന്റ് KM വർഗീസ് അധ്യക്ഷത വഹിച്ചു. AP മോഹനൻ, C തങ്കമണി, D രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചമ്പക്കുളം എടത്വ റോഡിൽ അമ്മാർത്തോട്ട് പാലത്തിന് ശാപമോക്ഷം. കണ്ടങ്കരി ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലത്തിന്റെ സ്ലോപ്പ് കരിങ്കല്ലിട്ട് ഉയർത്തി. ചമ്പക്കുളം എടത്വ റോഡിൽ അമ്മാർത്തോടിന് കുറുകെയുള്ള പാലം നിരന്തരം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതായി KCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്ലോപ്പ് ഉയർത്തുവാൻ തീരുമാനിച്ചത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത നിമിത്തം സ്ലോപ്പ് താഴേക്ക് ഇരുത്തുന്നതാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ പഞ്ചായത്തിനും മറ്റ് അധികൃതർക്കും നൽകിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ലെന്നും ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. കണ്ടങ്കരി അമ്മാർത്തോട് പാലത്തിന്റെ ഈ സ്ലോപ്പിന്റെ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് അപകടങ്ങളും
മറ്റും ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം KCB അതിൻ്റെ റിപ്പോർട്ട് തരികയുണ്ടായി. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും നാളിതുവരെ യാതൊരു നടപടിയും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടങ്കിരി പ്രദേശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ സ്ലോപ്പ് കോൺക്രീറ്റ് ചെയ്യുകയും നാട്ടുകാരിൽ നിന്ന് തുച്ഛമായ പിന്നെ പൈസ കളക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ പൈസ കൊണ്ട് മാത്രം ഈ സ്ലോപ്പ് ചെയ്തുകൊണ്ട് പാലത്തിന്റെ അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തുകയും ക്ലബിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് സതീശൻ B. പണിക്കരാണെന്നും ക്ലബ് പ്രസിഡന്റ് പറഞ്ഞു. ആലപ്പുഴ ഡിസ്ട്രിക്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ പ്രവർത്തക യോഗം നടന്നു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനം ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി KV ജോസ് ഉദ്ഘാടനം ചെയ്തു. B. രാജേന്ദ്രൻ അധ്യക്ഷനായി. ഇത് സംബന്ധിച്ച് ഒരു മീറ്റിംഗ് വിളിച്ചു. സിന്റെ ഗവൺമെന്റിലെ അന്നത്തെ തൊഴിലുറപ്പ് മന്ത്രിയായിരുന്ന രാംവിലാസ് പാസ്വാൻ അദ്ദേഹം 1990 ഫെബ്രുവരിയിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ആ മീറ്റിംഗിൽ CITUവിന്റെ നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു. മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു. PT പ്രദീപൻ, K. ലാലൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. യൂറിയ എത്തിത്തുടങ്ങി. കുട്ടനാട്ടിൽ രണ്ടാം ഘട്ട വളമിടിയിൽ ആരംഭിച്ചു. രണ്ടാം വളമിടാതെ നെട്ടോട്ട് മൂടിയ നെൽകർഷകർക്ക് ആശ്വാസമായി കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിവിധ സൊസൈറ്റികളിൽ യൂറിയ എത്തിയത്. കൃഷിയിറക്കി 25 ദിവസത്തിനകം ആദ്യ വളവും 35 ദിവസം കഴിയുമ്പോൾ പറിച്ചുനടൽ നടത്തി 10 ദിവസത്തിനകം രണ്ടാം വളവും എന്നതാണ് കണക്ക്. ഏക്കറിന് 15 കിലോ യൂറിയ, 15 കിലോ പൊട്ടാഷ്, 50 കിലോ ഫാക്ടം ഫോസ് എന്നീ കണക്കിലാണ് വളമിടുന്നത്. എന്നാൽ വിതച്ച 50 ദിവസം പിന്നിട്ടിട്ടും ഇത്തവണ യൂറിയ കിട്ടിയിരുന്നില്ല. വിവിധ സൊസൈറ്റികൾ വഴിയാണ് കർഷകർക്ക് വളം ലഭ്യമാക്കുന്നത്. മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് സൊസൈറ്റികൾക്ക് ആവശ്യമായ വളം വിതരണം ചെയ്യുന്നത്. ഇഫ്കോ, IPL, MFL, NCF, ക്രിപ്കോ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് മാർക്കറ്റിംഗ് ഫെഡറേഷന് വളം എത്തിക്കുന്നത്. എന്നാൽ കേരളത്തിൽ യൂറിയ എത്തിക്കുന്നതിനുള്ള ചുമതല ഇഫ്കോയ്ക്കാണുള്ളത്. ഇവർ വളം എത്തിക്കാൻ വൈകിയതാണ് രണ്ടാം കൃഷി അനിശ്ചിതത്വത്തിലാകാൻ കാരണമായത്. വളം എത്തിയതോടെ പുഞ്ചയിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കൃഷിയുടെ ഏകോപനമില്ലായ്മയും കാർഷിക കലണ്ടർ പിന്തുടരാനാവാത്തതും കാർഷിക മേഖലയിൽ അനിശ്ചിതത്വം വളർത്തുന്നുണ്ട്. കുറിച്ചി സജീവോത്തപുരം മേജർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും ഉപദേവതാ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കും തുടക്കമായി. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് മുന്നോടിയായി ഞായറാഴ്ച ക്ഷേത്രം മേൽശാന്തി കീഴില്ലം വിഷ്ണു നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഈ സമയം ആകാശത്ത് ശ്രീകൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്നത് ഭക്തരെ വിശ്വാസ പാരമ്യത്തിലെത്തിച്ചു. ഉപദേവ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി 27-ാം തീയതി ചൊവ്വാഴ്ച ദേശതാലം, കാവടി വിളക്ക്, വിഗ്രഹ ഘോഷയാത്ര എന്നിവ നടക്കും. 30-ാം തീയതി രാവിലെ 6:50-നും 7:30-നും മധ്യേ ബ്രഹ്മശ്രീ കണ്ഠർ രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശിവൻ, ഗണപതി, ദുർഗാദേവി എന്നീ ഉപദേവ പ്രതിഷ്ഠാകർമ്മം നടക്കും. തുടർന്ന് 9-ന് കാവടി ഘോഷയാത്ര നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് CR രാജീവ്, സെക്രട്ടറി രതീഷ് ബാബു, സല്ലിമോൻ CK, ബിജോയ് VT, സബ് ഗ്രൂപ്പ് ഓഫീസർ രാഹുൽ രാജ് എന്നിവർ നേതൃത്വം നൽകും. വേഴപ്ര സെന്റ് പോൾസ് ദേവാലയത്തിലെ തിരുനാളിന് സമാപനം കുറിച്ചുകൊണ്ട് ഞായറാഴ്ച തിരുനാൾ പ്രദർശനം നടന്നു. ജനുവരി 16-ാം തീയതി ആരംഭിച്ച തിരുനാൾ ആഘോഷങ്ങൾക്കാണ് കൊടിയിറങ്ങിയത്. ശനിയാഴ്ച വൈകിട്ട് കുരിശടിയിലേക്ക് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും കരിമരുന്ന് പ്രകടനവും നടന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച ഫാദർ ജേക്കബ് നടുവിലേക്കളത്തിന്റെ കാർമ്മികത്വത്തിൽ തിരുനാൾ കുർബാനയും ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി തിരുനാൾ സന്ദേശവും നൽകി. തുടർന്ന് ഫാദർ മാർട്ടിൻ നൈനാപറമ്പിന്റെ നേതൃത്വത്തിൽ തിരുനാൾ പ്രദക്ഷിണവും നടന്നു. ഇനി ചരമവാർത്തകൾ. 4 കോടി പോളച്ചിറ മേരിക്കുട്ടി സേവ്യർ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 1:30-ന് 4 കോടി സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ഗ്രന്ഥശാല പ്രസ്ഥാനം ആഴത്തിൽ വേരോടിയ കുട്ടനാട് ഉൾപ്പെടെ പ്രതിസന്ധികൾ നേരിടുകയാണെന്ന് പ്രൊഫസർ നെടുമുടി ഹരികുമാർ. ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി ആലപ്പുഴ. സ്വകാര്യ ബസ്സുകളുടെ അഴിഞ്ഞാട്ടവും വഴിവാണിഭക്കാരുടെ കയ്യേറ്റവും അധികൃതരുടെ അനാസ്ഥയും അകന്നുപോകുന്ന ബൈപ്പാസും പ്രധാന കാരണങ്ങൾ. കൈനഗിരി CPM-നെ കൈവിട്ടെന്ന് യൂത്ത് കോൺഗ്രസ്. അക്രമരാഷ്ട്രീയം കൈനഗിരിക്കാർ തള്ളിക്കളയുമെന്നും യൂത്ത് കോൺഗ്രസ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.